ഞാൻ കേട്ടാ ഇറക്കിയില്ല പശുവില്ല എന്നാ ചെയ്യാൻ പറഞ്ഞു. നീ വാ, ഞാൻ കുഴപ്പമില്ല, അങ്ങനെ പഠിക്കുവാൻ അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഞാനവിടെ പോയപ്പോൾ തന്നെ കുറെ ആൾക്കാർ 40 വർഷത്തിന് ശേഷം കഴിക്കി തെയ്യായത്. അപ്പൊ എല്ലാരും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേടിയായി. ഇത് കാണുമ്പോ തന്നെ ഈ ആൾക്കാരൊക്കെ കൂടുതലും ആഗ്രഹിക്കുന്നത് ഈ തോട്ടത്തിലാണ്. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കെയാണ് നീലമേഘം. അത്രമാത്രം വലിയ കഴിവൊന്നും എനിക്കില്ല. വെറുതെ പാടുന്ന ശ്രമിച്ചു നോക്ക്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇന്നും ഒരു വിശിഷ്ട വ്യക്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലേ. ഒരു തെയ്യം കനലാടിയാണ് ഇദ്ദേഹം. പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ 3 സ്ഥലത്ത് മാത്രം അത്യപൂർവമായ ഒരു തെയ്യം കെട്ടിയിട്ട് അത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ചു. അദ്ദേഹം ആ വിനയത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാം, അത്രയും വിനയത്തോടു കൂടിയുള്ള സംസാരവും ആ ഒരു പെരുമാറ്റവും എല്ലാം കൊണ്ട് അദ്ദേഹത്തിന് അന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ആവാഹിച്ച് വെച്ചാണ്. ലക്ഷ്മണൻ ഗുരുക്കൾ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പിനടുത്തുള്ള പുളിമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ അങ്ങോട്ടേക്ക് പോയി അദ്ദേഹത്തിനെ കാണാം. നമസ്കാരം. പിന്നെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം തെയ്യെല്ലാം കഴിഞ്ഞിട്ട്? തെയ്യം കഴിഞ്ഞു. ഇനിയിപ്പം ഈ വർഷത്തെ തെയ്യം കഴിഞ്ഞു. ഇനി വരുന്ന തുലാഭം 9-ാം തീയതിക്കാണ് തുടങ്ങേണ്ടത്. തുടക്കം പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പായിട്ട് ഈ പയ്യന്നൂരിലെ ഈ കോറോപ്പ് എന്ന സ്ഥലത്താണ് തുടങ്ങുന്നത്. അന്നൂരാ ഭാഗത്ത് അവിടെ വെച്ചിട്ട് തുടങ്ങും. 9-ാം തീയതി അവിടെ ഹൈക്കോട്ട് ഗുരുനാഥൻ്റെ ദൈവമുണ്ട്. ആ ക്ഷേത്ര പ്രധാന ദൈവമാണത്, ഹൈക്കോട്ട് ഗുരുനാഥൻ. അത് കഴിഞ്ഞാൽ പിന്നെ പട്ടുവത്ത് 10-ാം തീയതി പട്ടുവത്ത് വരണം. മുത്തഭാവതി അത് പണ്ട് കാലത്തെ കെട്ടിയിരുന്നാണ്. അപ്പം അങ്ങനെ ഞാൻ തിളക്കം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ വീണ്ടും ഒരു ഡിസംബർ അങ്ങോട്ടാകുമ്പോഴത്തേനും തെയ്യത്തിൻ്റെ കൂടുതൽ തിരക്ക് വരും. പിന്നെ മുതുകുടയിൽ നല്ല തിരക്ക്. അവിടെ അങ്ങോട്ട് തിരക്ക് തന്നെയാണ്. പിന്നെ ഒഴിവില്ലാത്ത ദിവസങ്ങളൊക്കെ തെയ്യപ്പം കാണും. അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു അനുഭവം. ഇനിയിപ്പോൾ വരുംകാലത്തൊന്നും പറയാൻ പറ്റില്ല. ഈ തെയ്യം കൂടാതെ പിന്നെ വേറെ തെയ്യത്തിന്റെ സീസൺ കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? എന്റെ തൊഴിൽ ആധാരം എഴുത്താണ്. തളിപ്പറമ്പ് സ്വന്തമായിട്ട് ഓഫീസെ പറ്റി ആധാരം എഴുതിക്കൊണ്ടിരിക്കും. ഞങ്ങൾ 2 ആൾക്കാരുണ്ട്. ഞാനും വേറെ ലേഡി സ്റ്റാഫ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ തെയ്യത്തിനെ പോകുന്ന സമയത്ത് അവർ അന്ന് ഓഫീസിലും നോക്കി നടത്താക്കിയിട്ടുണ്ട്. അതാണ് തൊഴിൽ. പിന്നെ കുടുംബം ഉള്ളത് 2 പെൺമക്കള്, ഭാര്യയും ഞാനും ഇവിടെ താമസിച്ചിരുന്നു. മൊത്തമുള്ള കല്യാണം കഴിഞ്ഞു. മോളിപ്പം പുറത്താണുള്ളത്. ചെറിയ മോള് PG കഴിഞ്ഞ് B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭാര്യ സ്വസ്ഥം വീട്ടിലുണ്ട്. അമ്മയുണ്ട്. അങ്ങനെയൊക്കെ. ഈ തെയ്യം കെട്ടുന്ന രംഗത്തേക്ക് പിന്നെ എത്ര വയസ്സ് മുതലാണ് വന്നത്? അതുപോലെ ഗുരുക്കള് ആരെല്ലാം? ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഈ തെയ്യം കെട്ടാൻ തുടങ്ങിയിട്ടില്ല. കാരണം ചന്ദ്രൻ ഞങ്ങൾ സമുദായപരമായിട്ട് പറയുമ്പം അവിടെ ഈ കാൽപ്പിരമാറ്റ് കളിത്തറ തെയ്യെന്നെല്ലാം മറ്റ് കുട്ടിത്തെയ്യങ്ങളുണ്ട്. ആ കുട്ടിത്തെയ്യങ്ങൾ കെട്ടിയിട്ടാണ് ആദ്യം. അത് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് അന്ന് ഞാൻ കുട്ടികളല്ലേ, ആ സമയത്ത് എന്നെപ്പോലുള്ള ഞങ്ങൾ 5 ആൾക്കാരെങ്കിലും തെയ്യത്തിന് പോകണം. അപ്പം അതിലൊരാളായിട്ട് ഞാൻ കെട്ടി അന്ന് തുടങ്ങിയതായിരുന്നു. അത് 15 വയസ്സ് കെട്ടാൻ തുടങ്ങി. അതിന് പഠിത്തം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. അത് ആർക്കും ആ സമയത്ത് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ മുമ്പിൽ നിന്ന് ഒരാൾ അതിന്റെ നൃത്തം ചെയ്ത് കാണിച്ചു തരും. നമ്മൾ അതുപോലെ ചെയ്യുമോ? അതിന് ഒന്നുമില്ല. കുറച്ച് സമയത്ത് 1 മണിക്കൂർ സമയം ഉണ്ടാകുന്നൊരു ആ സമയത്ത് അവർ കുറച്ച് പാടി കുറച്ച് തോറ്റം പാടലും ഒക്കെ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് ഓടെ ഒക്കെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾക്കത് ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. ആ സമയത്ത് നമ്മളങ്ങനെ അവരെ കൂടെ വന്നിട്ട് ഈ തലപ്പാളി കിട്ടും. പിന്നെ ഇങ്ങനെ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടുണ്ടാവും. അത് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നടത്തലാണ്. അത് ചെയ്യാൻ വേണ്ടത്. അത് തീരും. അങ്ങനൊരു അവസരം കിട്ടി. പിന്നെ ശേഷം അതിന് പിന്നെ 17 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് അത് വീണ്ടും എനിക്ക് ഒരു തെയ്യം കെട്ടാൻ അവസരം കിട്ടുന്നത്. അത് നമ്മളിവിടെ ക്ഷേത്രത്തിൽ, ഈ ഭരണൂർ ഭഗവത് ക്ഷേത്രത്തിൽ സ്ഥിരം ഈ തായ്പരത കെട്ടുന്ന ഒരാളുണ്ട്. ഭരണൂർ ഭഗവതിലെ കോലം കെട്ടുന്ന ഒരാൾ, കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ തെയ്യാട്ട രംഗത്തെ ഭീഷ്മാചാര്യ എപ്പോഴും പറയും. വെച്ചാൽ സകലകാല വല്ലഭരാണ്. തെയ്യത്തെക്കുറിച്ച് നല്ല ചരിത്രം, നല്ല പ്രാവീണ്യമാണ്. പക്ഷേ അയാൾ മുഖത്ത് എഴുതും, അയാൾ ഓലപ്പണി ചെയ്യും, മറ്റൊരു അണിയലങ്ങൾ ഉണ്ടാക്കും. എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള മികവുറ്റൊരു കഴിവുള്ളൊരു ഭീഷ്മാചാര്യ ഞാൻ പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് ആ സമയത്ത് തെയ്യം കെട്ടി വരാനാണ്. ഈ ഭഗവതിയുടെ കൂടെ പോകുന്ന തെയ്യമുണ്ട്.
ഒരു വൈത്ര. ആ വൈത്ര കിട്ടുന്നത് ഈ കുട്ടിയാണ്. അപ്പം അവനൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പം അന്ന് അച്ഛനോട് പറയുന്നുണ്ട്, ഇയാൾ ഏട്ടാ ഈ പ്രാവശ്യം എൻ്റെ മകന് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളെ മകനെ കൊണ്ട് ഭഗവതിയുടെ കൂടെ എൻ്റെ കൂടെ ഉള്ള തെയ്യത്തിൻ്റെ പുറകിലുള്ള തെയ്യം കെട്ടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനത് പറഞ്ഞപ്പോൾ ഈ ഗുരുക്കളെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ശിരസാ വെച്ചേറ്റു. എനിക്ക് സന്തോഷമായി. ആ സമയത്ത് തെയ്യം കെട്ടാൻ ഭയങ്കര താല്പര്യമുള്ള കാണുമെന്ന് ഇവിടെ അത് പറഞ്ഞു. അങ്ങനെ ആ ഒരു മണിമുട്ടി തെയ്യം പറയാനുള്ള അതിൻ്റെ വൈത്ര, ആ തെയ്യം ആദ്യമായി കെട്ടാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ ഗുരുക്കളാണ്. അദ്ദേഹമാണ് ഈ തെയ്യത്തിലേക്ക് എൻ്റെ രംഗപ്രവേശനത്തിൽ ചെയ്യുന്നൊരു അവസരം ഉണ്ടാക്കിയത്. അപ്പം ഞാനപ്പോൾ എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ കണ്ടു. അതിനുശേഷം പിന്നെ എനിക്ക് പട്ടൂത്ത് മുത്തഭഗവതി കെട്ടാൻ അവസരം ഉണ്ടായി. ആ മുത്തഭഗവതി കെട്ടി അതിനുശേഷം ഇത് ചോരകെട്ടമ്മ കെട്ടാൻ അവസരം ഉണ്ടായി. ഒറ്റപ്പെട്ട തെയ്യങ്ങൾ കെട്ടിക്കെട്ടി വന്നു. പിന്നെ ഇതേ ആളിൻ്റെ മകൻ, അയാളാണ് കൃഷ്ണൻ എന്നാണ് പുള്ളി പേര്. ഈ കുഞ്ഞനാൻ ഗുരുക്കളുടെ മൂത്ത മകൻ കൃഷ്ണൻ. പുള്ളി ഇങ്ങനെ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് തെയ്യം കെട്ടി വരുന്നതാണ്. ആചാരനിഷ്ഠ വിധിപ്രകാരം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ എൻ്റെ അച്ഛൻ്റെ തറവാട്ട് തെയ്യം കെട്ടാൻ പതിന് അവർ. അപ്പോൾ ലക്ഷ്മണൻ്റെ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു കാൽപ്പെരുമാറ്റ് അല്ലാതെ നമ്മളൊരു മരുദേവൻ തുണച്ചൻ തെയ്യമുണ്ട്, തുണച്ചൻ ലക്ഷ്മണ തെയ്യം ഒന്ന് കെട്ടി വെക്കുന്ന പറഞ്ഞു. ഞാൻ പിന്നെ കൃഷ്ണ എനിക്ക് ഈ അച്ഛൻ്റെ മകനല്ലേ ഇതിനെക്കുറിച്ച് പഠിച്ചത്. പക്ഷേ ഈ ഇത്തരം തെയ്യങ്ങൾ ഇയാൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ പുള്ളിക്ക് ഉണ്ടായപ്പോൾ അന്ന് ഇറങ്ങിയ തെയ്യം ഇപ്പോൾ ഇതിന് 10 വർഷത്തിനടുത്തായി ഞങ്ങളിപ്പോൾ ഇന്നും ആ ഒരു ലെവലിൽ കെട്ടി വരുന്നുണ്ട്. വേറെ ആരും അദ്ദേഹം അതിന് ശേഷം തെയ്യം കെട്ടിക്കാൻ പറ്റില്ല. പിന്നെ നിരന്തരമായിട്ട് എല്ലാ വർഷവും ഒരുപാട് തെയ്യം കെട്ടാൻ അവസരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇന്നും ഇപ്പം ഈ പുലർത്തൊക്കെ കൃഷ്ണൻ തന്നെ ആളെയൊക്കെ തെയ്യം ഏൽക്കും. പിന്നെ തെയ്യക്കാരോട് നാൾ ഞങ്ങൾ കെട്ടി വിധങ്ങൾ ഞാൻ കൃഷ്ണൻ മിക്ക സ്ഥലങ്ങളിലും എല്ലാവരുടെ ആളെ ഇപ്പം പുലിമുറ ജംഗ്ഷനായാലും ഈ മരുദാൻ തുടച്ചനായാലും പൊല്ലാൽ ദൈവമായാലും ഐപ്പള്ളി ആയാലും പിന്നെ നമ്മളെ പട്ടൂത്ത് നമ്മളെ നമ്പൂർ തെയ്യായാലും അങ്ങനെ നിരവധിയായിട്ടുള്ള തെയ്യങ്ങൾ ഞാൻ ഇന്ന് കിട്ടി വരുന്നുണ്ട്. എല്ലാം തൊണ്ടച്ചൻ തന്നെയായിരുന്നു. ഞങ്ങൾ തൊണ്ടച്ചെന്ന് പറയുമ്പോൾ ഈ പൂക്കെട്ട് തെയ്യം കിട്ടുന്ന ഓരോ തറവാട്ടിലും വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്ന തെയ്യങ്ങളുണ്ട്. ആ തെയ്യം പഠിക്കണം, അതിൽ തോറ്റം പഠിക്കണം. പയ്യന്നൂരിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് തെയ്യങ്ങളുണ്ട്. അവരൊക്കെ അവിടെ ഭയങ്കര ചടങ്ങാണ് പയ്യൻ്റെ അങ്ങോട്ടല്ലോ. ആ ചടങ്ങ് പ്രകാരം അവിടെയൊക്കെ ചെയ്തു വരാൻ ഇന്ന് ദൈവാദിനം കൊണ്ട് എൻ്റെ ഗുരുക്കളും മറ്റേ ശേഷൻ്റെ അച്ഛൻ്റെ ശേഷി കൊണ്ട് ചെയ്തു വരാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ വേറെ ആരെങ്കിലും പാരമ്പര്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാരമ്പര്യം അച്ഛൻ മുന്നേ ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനത് മുന്നേ ഈ തോറ്റം പാട്ടിലൊക്കെ നല്ല പ്രാവീണ്യാണ് അച്ഛനും. ഒരുപാട് തോറ്റം പാട്ടൊക്കെ അച്ഛൻ പാടും. ഒന്നായിട്ടും അച്ഛൻ അത്യാവശ്യം തെയ്യങ്ങളൊക്കെ അച്ഛൻ കെട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിന്ന് കെട്ടിയ ക്ഷേത്രങ്ങളിലും മാത്രമായിട്ട് കെട്ടിയില്ലെങ്കിലും അന്ന് അച്ഛനൊക്കെ അറിയാം, തെയ്യത്തിനെ കുറിച്ചൊക്കെ അറിയാം. അച്ഛനും ഈ പറഞ്ഞ ഗുരുക്കളും കൂടാണ്ട് വേറെ ഏതെങ്കിലും ഗുരുക്കൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഞാൻ ഈ തോറ്റം പഠിക്കുന്നതൊക്കെ വ്യത്യസ്തമായ അടുത്തത് നിരവധി ഗുരുക്കന്മാരുടെ തോറ്റം പഠിച്ചത്. ഓരോ തെയ്യത്തിനും അങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ട്, അവരുടെ പഠിച്ച് അവരെ അനുഗ്രഹം പഠിച്ചാൽ മതി. അങ്ങനെ നിരവധിയായിട്ടുള്ള പയ്യന്നൂർ പോയ ചെമ്പിളൂർ ഗുരുക്കൾ തൊട്ട് നാരായണ തൊട്ട ഗുരുക്കളുണ്ട് അയാളടുത്ത്. അങ്ങനെ പിന്നെ ഒരു ഗോപാല ഗുരുക്കൾ, അങ്ങനെ ഉള്ള പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെയൊക്കെ പോയിട്ട് ഒരു പരിഭവത്തിനിടയിൽ അത് കാര്യം ചെയ്തു വരാൻ പറ്റുന്നുണ്ട്. അത്രേ പറയാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായം പറയേണ്ടതാണ്.
നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ അങ്ങയുടെ പിന്നെ വേറൊരു ക്വാളിറ്റി ഞാൻ കണ്ടത്, ഞാനൊന്ന് ഓർമ്മയുണ്ടോ അറിയില്ല, മുണ്ടേരി ചോരക്കട്ടി അമ്മേൻ്റെ ആ കാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ മുണ്ടേരിക്കാവല്ല, അല്ല പള്ളിപ്പുറ, മുണ്ടേരി കുന്നുംപുറം ധർമ്മദേവസ്ഥാനം. അവിടുന്ന് പിന്നെ തലേന്നൊരു തെയ്യം കഴിഞ്ഞ് വന്ന് ആ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ഒരാള് നമ്മളവിടെയുള്ള പരിചയമുള്ള ഒരാള് വിളിച്ചുണർത്തിയിട്ടാന്ന് പറയുന്നത് ചോരക്കട്ടി അമ്മേന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ. അപ്പൊ ഒരു മടിയും കൂടാണ്ട് നമ്മളാറ്റാങ്ക് ഉറക്കത്തിന് വിളിച്ചണിപ്പിച്ച നമുക്ക് ആയാലും ഒരു ദേഷ്യവും വരും. വരാണ്ട് നല്ല ക്ഷീണമായിരുന്നു ഞാൻ. അതിനു മുന്നേ 2 ദിവസത്തെ തെയ്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ക്ഷീണത്തിൽ കിടത്തേക്ക്. എന്നിട്ടും ആയത് നമ്മള് പുറത്തേടിയും കാണിച്ചു. അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. നിങ്ങൾ എത്രമാത്രം, നിങ്ങൾ വെറുതെ ഒരു ലാഭത്തോട് ചോദിക്കുന്നല്ലോ, നിങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നല്ലേ. ഞാൻ എൻ്റെ ഉറക്കല്ല പ്രാധാന്യം, ക്ഷീണമല്ല, നിങ്ങൾക്ക് കറിയത് 2 പേര് പറഞ്ഞു തരാൻ തന്നെ ഞാൻ തരും. വളരെ താല്പര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ എൻ്റെ വിഷയം. ഞാൻ എവിടെ ചെന്നാൽ അതിന് പ്രാധാന്യം കൽപ്പിക്കും. എന്തിനാണ് ഇവിടെ വന്നത്, ആ പ്രാധാന്യം അതിന് കൽപ്പിച്ചിട്ടേ ബാക്കി ചെയ്യാറുള്ളൂ. ആ ഒരു പ്രത്യേകം നിങ്ങൾ കളിച്ചത് അറിയാതെ നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് അറിയൂ. നിങ്ങൾ മനസ്സിലാക്കി. അതെ പറഞ്ഞിരുന്നു. അതെ. അപ്പോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ബഹുമാനം, എല്ലാരും നിങ്ങളെ വന്ന് കണ്ട് ബഹുമാനിക്കുന്ന കണ്ടേരം തന്നെ എനിക്ക് മനസ്സിലായി ആളെങ്ങനെയുള്ള ആളാണ്. ഒരു പക്ഷെ നമ്മൾ ചെയ്തു വരുന്ന അനുഷ്ഠാനത്തിന്റെ ഭാഗമായിരിക്കും. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മൾ വ്രതശുദ്ധിയോടും കാര്യങ്ങളോടും കൃത്യതയോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധമുണ്ട്. അതിന്റെ അടുക്കും ചുറ്റോടെ തന്നെ ചെയ്യണം നിർബന്ധമുണ്ട്. എനിക്ക് വലിയ അറിവില്ലെങ്കിൽ ഉള്ള അറിവ് വെച്ച് ഞാനത് എല്ലാവരിലും തൃപ്തിപ്പെടുത്തുന്നത് എൻ്റെ വിശ്വാസം. അത്ര തന്നെ പറയാൻ പറ്റും. കൃഷ്ണേട്ടാ, പിന്നെ ഈ തെയ്യെല്ലാം കെട്ടാൻ തുടങ്ങിയതിന് ശേഷം നാട്ടിൽ നിന്ന് എന്തെങ്കിലും അനുമോദനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? നാട്ടിൽ നിന്നും അതുപോലെ മറ്റ് വിവിധ സംഘടനകൾ, അതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഈ രീതിയിലുള്ള അനുമോദനം ആദരവൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് മറ്റുള്ള ആദരവൊന്നും ഉണ്ടായിട്ടില്ല. അതിന് പിന്നെ അപേക്ഷിച്ചിട്ട് ഞാൻ അപേക്ഷ മുന്നേ ഒരു 10 വർഷം കൊടുത്തിട്ടുണ്ട് അപേക്ഷ. 20 വർഷം മുന്നേ കൊടുത്ത അപേക്ഷ. ഇതുപോലെ എല്ലാവരും പറഞ്ഞത് ഞാൻ കൊടുത്തു. പക്ഷെ ആ കൊടുത്ത സമയത്ത് അന്ന് പറയുന്നത് വെച്ചാൽ ഈ കൊടുത്താൽ മാത്രം പോരാ, റെക്കമെൻഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും കാര്യമായിട്ട് ആളെ കണ്ടാൽ മാത്രമേ അത് കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചു. ഞാൻ കരുതിയെന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രാലയിലെ അനുഷ്ഠാന ആചാരവും മറ്റുള്ള ആളുടെ അംഗീകാരത്തിന് മറ്റുള്ള റെക്കമെൻഡ് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ നമ്മളത് ക്ഷേത്രത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അവരുടെ സാക്ഷ്യപത്രമായി കൊടുത്തിട്ടുണ്ട്. ആ സാക്ഷ്യപത്രത്തിന് പോലും പ്രാധാന്യം കൽപ്പിക്കാതെ ഇതൊന്നുമല്ലാത്ത മറ്റാരുടെയൊക്കെയോ റെക്കമെൻഡിൽ കൂടി ഈ അംഗീകാരം വാങ്ങുന്നുള്ളത് ഞാൻ ഒരിക്കലും താല്പര്യമില്ല. അതതിൻ്റെതല്ല അത്. അപ്പോൾ നമ്മൾ അംഗീകാരം അനുഷ്ഠാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റെന്തിനു വേണ്ടി റെക്കമെൻഡേഷൻ ഫോമിൽ ലഭിക്കും. അത് ഞാൻ വേണ്ട വെച്ചു, അന്ന് നിർത്തിയതാണ് ഞാൻ. പിന്നെ ഞാൻ ഇതിൽ അപേക്ഷിച്ചില്ല. പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇനിയിപ്പം ഇതുപോലെ എന്നെ കിട്ടുന്ന അനുമോദനം പിന്നെ ആദരവുണ്ടായിരുന്നു. ഞാൻ അതിനോട് പാടൊന്നും കാണുന്നില്ല. അതാണ് എൻ്റെ വേറെ പ്രത്യേകത. നമുക്കിപ്പോൾ ഇതിനെക്കാട്ടൊക്കെ ഒരു 4 ആൾക്കാർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അംഗീകാരം അവര് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതന്നെ ആ അംഗീകാരത്തിനപ്പുറത്ത് വേറെ ഞാനൊന്നും. പിന്നെ ആദ്യമായിട്ട് തെയ്യം കെട്ടിയ സമയത്തൊക്കെ ഗുരുക്കന്മാരൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അതായത് നല്ല ആദ്യം അവർ പറയുന്നുണ്ട് കുഴപ്പമില്ല, ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതെന്താ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം ഈ തൊണ്ടച്ചന്റെ ഈ ഗുരുനാഥന്റെ ഒരു തോറ്റം പാടാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ ആന്തൂര് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇറക്കി പറ്റും വലിയൊരു പരിചയം എനിക്കില്ല. ഞാൻ പേടിച്ചാ പോയത്. അത് കണ്ണപുരത്തില് അതിന് ഒരു മതിയായ കാരണം ഈ കണ്ണപുരത്തിന്റെ ഒരു പവിത്രം കുരിക്കണം. അദ്ദേഹം ലക്ഷ്മണൻ ഇങ്ങനെ തോറ്റം പാടണം. അദ്ദേഹം തെയ്യം, ഞാൻ തോറ്റം. അദ്ദേഹത്തിന് കാര്യമായ തോറ്റം കുമാരൻ ഇരട്ടൊരു ആളുണ്ട് പറയുന്നു, മോട്ടൽ കുമാരാട്ടുണ്ട്. അയാളെ വളരെ വലിയ കുരിക്കണം. ഞാൻ ചേട്ടാ ഇറക്കി വലിയ പശുവില്ല, എന്നാ ചെയ്യാൻ പറഞ്ഞു. നീ വാ, അവർ കുഴപ്പമില്ല, അങ്ങനെ പഠിക്കുക. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഞാനവിടെ പോയപ്പോ തന്നെ കുറെ ആൾക്കാർ 40 വർഷത്തിന് ശേഷം കഴിക്കി തെയ്യായത്. അപ്പൊ എല്ലാരും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേടിയായി. ഇത് കാണുമ്പോ തന്നെ ഈ ആൾക്കാരൊക്കെ കൂടുതലും ആഗ്രഹിക്കുന്ന ഈ തോട്ടത്തിലാണ്. അത് പറയുന്നുണ്ട്. അതിലൊരു പ്രായമില്ല ആളെന്ന് പറയുന്നുണ്ട്. നല്ല ഹൈറ്റും പറ്റിക്കൽ പ്രായമില്ല ആള് അതുകൊണ്ട് ആരാണ് തോറ്റക്കാരൻ? തോറ്റക്കാരും കാണുന്നില്ല. അപ്പൊ അതായത് തോറ്റക്കാരൻ പറയുമ്പോൾ ഒരു പക്വതയിലായിരിക്കുമല്ലോ. സാധാരണ പ്രായമുള്ള ആൾക്കാരെങ്കിലും ഉദ്ദേശിക്കുന്നാല്. അപ്പൊ അതിലാരും കാണുന്നില്ല. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഞാൻ ഞാനവിടെ ഇരുന്നു. ആ ബെഞ്ചിന്റെ അവിടെ ഇരുന്നു. എനിക്ക് പേടിയായി. ഞാൻ വീണ്ടും ഭയം പോയിക്കോട്ടെ, ഇത് മൊത്തം പ്രശ്നമാവും. ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മണൻ ഞാനല്ല ഒന്ന് ധൈര്യത്തിരിക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചവശം കുളിയുണ്ട്. ആ കുളിക്കുന്ന സമയത്ത്
തോറ്റക്കാരും തെയ്യക്കാരൊക്കെ കൂടി നിൽക്കണം. അപ്പം എന്നെ വിളിച്ചു, ഞാൻ പോയി. ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇയാളെ കണ്ടപ്പോഴേ പേടിയായി. ഞാൻ വേഗം ഇയാളെ കാട് വിട്ടു വന്നിച്ചു. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാട് വിട്ടു. ഞാൻ പിന്നെ പോയി കുളിക്കാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിയും കഴിഞ്ഞ് വന്നു. പിന്നെ തോട്ടം തുടങ്ങി. തോട്ടം തുടങ്ങുമ്പോൾ ഈ കാറിനോട് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ പാടി പകുതി എത്തുമ്പോഴത്തേനും ഏകദേശം തെയ്യലം വന്ന് അങ്ങെത്തി. എന്നിട്ട് വല്ല ചോദിച്ചു, അവിടെ വീട് അവനിങ്ങനെയാണ്, അച്ഛനെങ്കിലും പോക്കണ്ട, ഞാൻ അച്ഛനെങ്കിലും പോകാറുണ്ട്. ഒന്നും പറഞ്ഞില്ല അയാൾ. അപ്പോഴേ അങ്ങനെ പേടിയൊന്നുമില്ല, ഇയാളാണ് പ്രശ്നക്കാരൻ. എന്നാൽ പകുതി കാണാൻ കഴിഞ്ഞെങ്കിൽ ഇനി ഇവിടുത്തെ ഭാഗം മുഴുവൻ അന്ന് കണ്ടില്ല, ഭാഗത്തും ബാക്കിയുണ്ടത്രേ. അങ്ങനെ തെയ്യം രാവിലെ കഴിഞ്ഞു. സത്യം എനിക്ക് പറയുമ്പോൾ എപ്പോഴും നല്ല വിഷമം, ചിലക്കര് കണ്ണെന്നോളം വരും. ഇയാൾ ഒരു നല്ല അരി വാരിയിട്ട് എന്നെ അടുത്ത് വിളിച്ചു, വാ ഇത് മതി കേട്ടോ, നീ കൊണ്ടുപോയിക്കോ, നിനക്കില്ല. അയാൾ പേര് നാരായണങ്ങാണ്ടാണ് പേര്. ഏടിയും പോയാലും എനിക്ക് തടസ്സമൊന്നും വരില്ല, ഇത് കയ്യിലുണ്ടായാൽ മതി. ഇതിനൊക്കെ ഭയങ്കര എന്തോ ഒരു വല്ലാത്ത പ്രയാസമുണ്ട്, സന്തോഷമായി, സങ്കടം ഒക്കെ ഒന്നും എനിക്ക് ഞാൻ കാലോട്ട് വന്നിച്ചു. എന്നാൽ ഇന്ന് വരെ എനിക്ക് അതിനുശേഷം ഇതോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ലക്ഷ്മണ നീ ധൈര്യത്തിരിക്കുക. അപ്പൊ ആ ധൈര്യം എനിക്ക് ആർജവം ഇന്നും എനിക്ക് കൈവിടാതെ കിട്ടി. പിന്നെ ഞാൻ പഠിച്ചു. അങ്ങനെ ഇന്നും തെയ്യം വരെ കെട്ടാലിന്റെ അന്ന് ഞാൻ തെയ്യം കിട്ടൂല, തോറ്റം പഠിപ്പിക്കുന്നേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു അവസരം ഉണ്ടാക്കി പഴത്തിലിട്ടാണ്. ഞാനത് പറയണ്ട, പഴത്തിലും കുരുക്കൾ എനിക്ക് മറക്കാൻ പറ്റുന്ന ആളല്ല. ഈ തെയ്യത്ത് ഈ പുലുവഞ്ഞ ഉടച്ചല് ഫീൽഡിലേക്ക് എത്തിക്കുന്ന ഒരാളാണ്. അത് ഞാൻ മറക്കാൻ. അതുകൂടാണ്ട് ഇപ്പം നേരത്തെ അവർ പറഞ്ഞ ആ ഒരു ഇതും വലിയൊരു ഇതല്ലേ, അംഗീകാരല്ലേ, ഓസ്കാറിനെ കാട്ടിയും വലിയൊരു അംഗീകാരം. സത്യത ഞാൻ രാത്രി മുഴുവൻ പോയിട്ട് ചായാലാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു ചോദ്യം വരും. അപ്പൊ അങ്ങനത്തെ അനുഭവമുണ്ടായി. പിന്നെ ഈ ഇത് രാവിലെ ഇത് കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സങ്കടവും ഒക്കെ വന്നു, ഒക്കെ സന്തോഷം ഞങ്ങളെ കാലം വന്നു. പിന്നെ കണ്ടടത്തിന് വലിയ കാര്യം തന്നെ കണ്ട വേഗടുത്ത് വരും, അടുത്ത ഇതിന് വരാറുണ്ട്, വേഗടുത്ത് വരുമ്പോൾ പരിചയപ്പെട്ടു, എന്നെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഇവിടുന്ന് ശ്രീകണ്ഠ വരുന്നോ, ശ്രീകണ്ഠ ഞങ്ങൾ തോറ്റം പാടിക്കൊണ്ടിരിക്കുമ്പം അതൊരാൾ പറഞ്ഞിട്ട് അത് ഇതൊരു പ്രായമുള്ള പറ്റും എന്നാലും കാര്യം അച്ഛൻ്റെ പേര് വെച്ചിട്ടുണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന മധ്യേ. അപ്പോൾ ഞാനൊക്കെ തോട്ടത്തിന് മുന്നേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിട്ട് വേറെ പറഞ്ഞ ആളുകൾ പ്രശ്നമാക്കുന്നുണ്ട്, ഒന്നാളെ ശ്രദ്ധിക്കണം. അയാൾ കൂടെ രാവിലെ ഞാൻ ചോദിച്ചു. പിന്നെ എനിക്ക് ഒരു ധൈര്യം കിട്ടി. എനിക്ക് തെറ്റം ഞാൻ വീണ്ടും സംശയം ഒരാൾ തീർത്തു. കാര്യം അച്ഛൻ്റെ പേര് കരിമ്പം തന്നെ ആണല്ലോ, അതിൽ തെറ്റുന്നില്ല. ഇല്ല, അപ്പം അങ്ങനെ ഞാൻ സംശയം ഒന്നുമില്ല. ഞാൻ രാവിലെ അയാൾ അങ്ങോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. കാരണം രാത്രിക്ക് കിക്കെല്ലാം പോയേക്ക്. ഞാൻ കാരണം അറിയാം, വാ ഇന്ന് രാത്രി നിന്ന് ചോദിച്ചല്ലോ. അല്ല, അത് ഞാൻ അന്നേരം ചോദിച്ചില്ല. നിങ്ങൾ അച്ഛൻ്റെ പേര് ചോദിച്ചു, ആരച്ഛൻ്റെ പേരാന്ന് മനസ്സിലായില്ല. ഞാൻ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ട് ആരച്ഛൻ്റെ പേരാന്ന്. അല്ല, അത് ഞാൻ കാരിയിൽ അച്ഛൻ്റെ പേര്, ഞാൻ കാരിയുടെ അച്ഛൻ്റെ പേര് കാവൽമണിയൻ കുഞ്ഞിക്കരിമ്പനല്ലേ. അതെ അതെ. അല്ല, എനിക്ക് അന്നൊരു സംശയം തോന്നി, വെറുന്തോ പാടിപ്പോയോ. ഞാൻ ഇതന്നെ പാടിയത്. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എനിക്ക്. കാരണം പിന്നെ തടഞ്ഞത് ഇങ്ങനെ എത്തി. പിന്നെ അവരങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം പ്രയാസം ഇല്ലാത്ത രീതിയിൽ അവരോടൊക്കെ എനിക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ സ്നേഹത്തിന്റെ വർഷത്തിൽ എല്ലാവരോട് പെരുമാറും. ഞാൻ ഒരു നെഞ്ചി വിരിച്ചിട്ട് സ്വഭാവമൊക്കെ ഇല്ല. അത് അന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കിയാണ്. നമ്മളൊരു വന്ന് ആള് ആദ്യമായിട്ട് അറിയാത്ത ഒരാൾ വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത്രയും വിനയത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അവിടെ പോയാലും മറ്റേ ഞാൻ കൂടുതലാണ് പുറത്തിറങ്ങി വർക്കില്ല. അണേറി ഇരുന്ന് ആവശ്യക്കാരെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അണേറി ഉണ്ടാവും. ആവശ്യക്കാരെ വരും, മുഞ്ചിക്കുമ്പില്ലാതെ പോയിട്ട് വെള്ളമാല പുറത്തിറങ്ങിയിട്ട് ആൾക്കാരുടെ ഇടയില്ല. ആ ഒരു തെയ്യത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാൽ പറഞ്ഞത് ഇന്നും ഭയങ്കര ഒരു നല്ലൊരു അനുഭവം. 40 വർഷത്തിന് ശേഷം കഴിക്കുന്ന തെയ്യം അവിടെ ആ തെയ്യത്തിനകത്ത് പറ്റിയ അനുഭവം ഉണ്ടായത്. അപ്പോൾ അത് അംഗീകരിച്ചു തന്നെ. അതുപോലെ തന്നെ ഈ മുത്ത കിട്ടുന്ന സമയത്ത് അങ്ങനെ അവിടുത്തെ കാരണോട് പറഞ്ഞു, അത് മുന്നേയും പലരും കിട്ടി മുത്ത തെയ്യാട. ആ മുത്ത തെയ്യം ഈ തെയ്യം തരാപ്പത്തിന്റെ തെയ്യാത് അത് കിട്ടിയപ്പോൾ ഇങ്ങനെ പലരും ഒരു അപ്പൊ അത് പലരും അങ്ങനെ ചെയ്തു. എന്നെ കണ്ടപ്പോൾ തന്നെ വിഷയമൊക്കെ ഉണ്ടായി. അയാൾ പോയി അതൊന്നും ഇവർ പറഞ്ഞു ചരിത്രം പലരും കെട്ടി, ആദ്യം മുത്ത തെയ്യം കെട്ടി. അപ്പോൾ അവർക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഇവർ പറഞ്ഞു ഇന്നാക്കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞു. ഞാൻ കെട്ടാനായിട്ടില്ല, എനിക്ക് ഞടയാളം വാങ്ങാനായിട്ടില്ല, എനിക്ക് ഇന്നാളെ കാണണമെന്ന്. എൻ്റെ അവിടുത്തെ പഴയ പ്രായമുള്ള ആളെ ഞാൻ കണ്ടുവലിച്ച ഇങ്ങനെ വിഷയമുണ്ട്, ഈ പ്രദേശത്ത് എന്നെ കെട്ടാൻ വന്നു. ആ മോൻ അടയാളം വാങ്ങിക്കുവാണ്. അടയാളം വാങ്ങിക്കുവാൻ ഞാനത് അവരെ പറഞ്ഞു. അപ്പോൾ പഴയ അയാൾ അച്ഛൻ്റെ കാലത്തുള്ള പഴയ വളരെ കാലം പഴക്കമുള്ള ഒരു ചരിത്രങ്ങളൊക്കെ തന്നു, എല്ലാം മനസ്സിലാക്കി തന്നു. ഞാനവിടെ ചക്ര തെയ്യം കിട്ടി. ആ തെയ്യം കിട്ടി അയാളെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു കോലത്തിലൂടെ. അയാൾ അച്ഛനെ അവിടെ തെയ്യം കെട്ടിലാണ്, അയാൾ ഫേമസ് ആവലും. എൻ്റെ അച്ഛനെ കണ്ടു, മോനെ ഇത് കൊണ്ടു നടന്നു. അയാളുടെ എന്നെ അനുഗ്രഹിച്ചു. അത് ശേഖരനാളെ പേര്. അയാളും എന്താ നടയിൽ തന്നെ അരി വരെന്നെ അനുഗ്രഹിച്ചു. ആ തെയ്യൊന്നും ഞാൻ കെട്ടി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഞാൻ അത്രമാത്രമേ ഇതിനൊക്കെ ഇപ്പോഴും എന്നിപ്പോൾ ഈ ഒരു എത്തിക്കാൻ പരമാവധി എന്നെ സഹായിച്ചത് കൃഷ്ണൻ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഗുരുക്കളും മോൻ കൃഷ്ണാന്ന് എന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് പുള്ളീൻ്റെ ഒരു ഈ എനിക്ക് എന്ത് അംഗീകാരം ഉണ്ടെങ്കിലും
അത് അദ്ദേഹത്തിനും കൂടെ കൊണ്ടുവന്ന് അംഗീകാരം ഞാൻ ചേർത്ത് പറയാറുണ്ട്. ഇപ്പം ഇതുവരെ ഇവിടെ ഇടുന്ന ആദരിച്ചെന്ന ഈ ചെറുതാഴത്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ ആദരവ് ആ ക്ഷേത്രം തന്നെയാണ് ആ ആദരവ്. അത് പള്ളിക്കൂട് തറവാടാണ്. ഈ പുലിമറഞ്ഞച്ചൻ്റെ തറവാട് ക്ഷേത്രം. അത് ആ ക്ഷേത്രം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തന്നെ ഈ അംഗീകാരം എനിക്കുള്ളതല്ല, ഇത് കൃഷ്ണനുള്ളതാണ്. ആ ക്ഷേത്രത്തിലേക്ക് എന്നെ എത്തിച്ച കൃഷ്ണനാണ്. പുള്ളിക്കാരനോടും നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. സത്യം ഞാൻ ഇത്രമാത്രം എത്തിവെക്കാന്ന് കാരണം ഈ തെയ്യം കണ്ടത് ഈ പുലിമറഞ്ഞച്ചൻ്റെ അല്ല, മറ്റേ ഞാൻ മരുതിയോടെ പറഞ്ഞില്ലേ, ആ മരുതിയോടെ ചന്റെ തെയ്യം കൃഷ്ണ പറയുന്നത് കൃഷ്ണോട്ടെ കേട്ടണം. ഞാൻ ഒരു വർഷം ആദ്യ വർഷം തെയ്യം ഒരു മന്ത്രവും തെയ്യം കിട്ടിയാണെന്ന് പരാജയപ്പെട്ട എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കോലം അതിനോട് ഞാൻ പേടിച്ചിന്. ഞാൻ കൃഷ്ണൻ അതുപോലെ ആവും ഇല്ല ഏട്ടൻ ധൈര്യത്തിൽ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ ചെയ്തു വെച്ചു. ആ കോലം ഇന്ന് വരെ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും കഴിഞ്ഞ വർഷം വരെ നിരവധിയായിട്ട് ക്ഷേത്രങ്ങൾ കൊണ്ടുപോകുമ്പോഴും കൃഷ്ണൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരിക്കലാണ് മറക്കാൻ. എല്ലാത്തിനും കാരണം നിങ്ങളെ ഈ ഒരു വിനയവും ഗുരുക്കന്മാരോടുള്ള എപ്പോഴും ഇപ്പം എൻ്റെ അച്ഛനെ എനിക്ക് ആണെങ്കിൽ എൻ്റെ അച്ഛൻ തോറ്റമ്പാട്ട് രംഗത്താണെങ്കിൽ തിയേറ്റർ രംഗത്ത് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനാൻ ഗുരുക്കളെയാണ്. എനിക്ക് അവസരം ഉണ്ടാക്കിയതോടാണ്. ഏട്ടൻ്റെ മോനെ തെയ്യം കെട്ടിക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കൊല്ലം കെട്ടിയത് ഈ ആദ്യമായിട്ട് ഞാൻ തലപ്പാടി വെച്ച് തെയ്യം കെട്ടിക്കുന്നു. അതിനൊരു പ്രചോദനം നൽകിയ അദ്ദേഹം. പിന്നെ ഞാൻ പല കാര്യങ്ങളും എന്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അനുകരണമാണ്. ഓരോ ചെയ്തു വരുന്ന തോറ്റവും പാട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര തന്നെ ഭയങ്കര അങ്ങനൊരു പ്രാധാന്യം ഒന്നും കാണുന്നില്ല. അതിൻ്റെ തന്നെ പ്രത്യേകത പറയില്ല. ഞാൻ ചെറിയ കുട്ടികളോടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെ ഞാൻ ആരും എവിടെയില്ല. ഇതെനിക്ക് ഇതിലൂടെ ഞാൻ ആരെയും മൈൻഡ് ഉണ്ടാവും പിടി എനിക്കില്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ പോവാം. ഇതിൻ്റെ ബാലവാടി ക്ലാസ്സിലാണ് എനിക്കുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അർത്ഥമുള്ളൂ. ലക്ഷ്മണേട്ടാ, ഈ തെയ്യത്തിൻ്റെ ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുകൾ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടോ? അങ്ങനെ വേറെ പ്രത്യേകിച്ചാന കഴിവുകളൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഇതില്ല. പാട്ട് എല്ലാം പറഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങനെ പാടാൻ പറ്റുമോ? അത്രമാത്രം വലിയ കഴിവൊന്നും എനിക്കില്ല. വെറുതെ പാടുന്ന ശ്രമിച്ചു നോക്ക്. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊഴുകൈക്കുടം നീട്ടുമാത്മാവിലിത്തിരി തൊഴുകൈക്കുടം നീട്ടുമാത്മാവിലിത്തിരി ഈ തീർത്ഥജലം തരുമോ തീർത്ഥജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂടു തകരും മുമ്പേ ചിറകടിച്ചൻ കൂടു തകരും മുമ്പേ ജീവജലം തരുമോ
ജീവജലം തരുമോ. മനോഹരമായിട്ട് പാടി. ഇതാ ഞങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ശങ്കയായിട്ട് പാടി. അങ്ങനെ പ്രത്യേക ഒരു വേദികളിൽ നല്ല രസമുണ്ട് കേൾക്കാൻ. ദൈവത്തിന്റെ തോറ്റം പാടി കുറെ കാലമായിട്ട് പാടിക്കൊണ്ടിരുന്ന ആളല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതെന്തായാലും ഉണ്ടാവുമല്ലോ. ഇതുകൂടാണ്ട് വേറെ ഏതെങ്കിലും നാടൻ പാട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പാടുവാ? നാടൻ പാട്ട് നേരത്തെ പറയുമ്പോൾ വലിയൊരു ഇന്നില്ലെങ്കിൽ അങ്ങനെ ഒരു രാഗങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പാടാൻ. നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മളെ കൊണ്ട് പാടാൻ പറഞ്ഞാൽ ചിലപ്പോ ആവൂല, ഇങ്ങനെ ചിലപ്പോ നല്ല ആവൂല. നിങ്ങളെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊന്ന്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനണ്ടേ, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞ് നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്ന് നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഇന്ന് നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. കാണും ചുമരിന്മേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കാണും ചുമരിന്മേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. പിന്നെ ഒരുപാടാവും ഇതന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. മനോഹരമായിട്ട് പാടി ലക്ഷ്മണേട്ട, ഇത്രയും നമ്മൾ പാടിയില്ലേ. ഏതായാലും ഇന്നൊരു പുണ്യമായ ദിവസമാണ്. നമ്മളെ ഈ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ പിന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏകോദര സഹോദരങ്ങളായിട്ട് പോകുന്ന ഒരു നാടാണ് അത്. പിന്നെ അത്രയും നമ്മൾ എന്താ പറയുക, സഹോദരങ്ങളെ പോലെ തന്നെ. ഒരു ഓണമോ വിഷുവോ വന്നാൽ നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിൽ വരും. അതുപോലെ പെരുന്നാളും അവരെ പെരുന്നാളിന് നമ്മൾ അങ്ങോട്ട് പോകും. അത്രയും ബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു മാപ്പിളപ്പാട്ട് ഏതെങ്കിലും അറിയാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കെയാണ് നീലമേഘം. കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരലി വീശിയില്ലേ നമ്മുടെ മുല്ലാക്കാം. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കെയാണ് നീലമേഘം. പാഠപുസ്തകത്തിൽ മയിൽപ്പീലി വച്ച് കൊണ്ട് പാഠപുസ്തകത്തിൽ മയിൽപ്പീലി വച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന് ഇപ്പോഴാ കഥകള് നീ അപ്പടി മറന്ന്. ഇപ്പോഴാ കഥകള് നീ അപ്പടി മറന്ന്. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കെയാണ് നീലമേഘം. കാട്ടിലെ കോളാമ്പിപ്പൂക്കൾ നമ്മളെ വിളിച്ച് കാറ്റ് കയറും കാട്ടിലെല്ലാം നമ്മളും
കുതിച്ച് കാലമാമിലഞ്ഞിയത്ര പൂക്കളെ പൊഴിച്ച് കാലമാകും ജീവിതം പിന്നെങ്ങിനെ പിഴച്ച്. മതി, അടിപൊളിയായി. ഇത്രപ്പാട് വരികളിൽ ഓർമ്മിച്ച് വെച്ചിട്ട് ഇങ്ങനെ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം കൂടാ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക് കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, നമ്മളെ അസീസ് ഖാൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട്, പോയിട്ട് അത് തിന്നണം. ഇങ്ങോട്ട് വന്നോണ്ടാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കണ്ടേ വീട്ടിൽ. അപ്പൊ നമ്മള് നിങ്ങളെ കാണാൻ കാര്യമായിട്ടും അത്തരത്തിലുള്ളത് പുണ്യനാളിൽ നമ്മളൊക്കെ സ്മരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും സംയുക്തമായിട്ട് എല്ലാ ആഘോഷവും കൊണ്ടാടുന്നവരാണ്. ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഒക്കെ നമ്മൾ സംയുക്തം, നമ്മളങ്ങനെ ജാതിമത ഭേദമൊന്നുമില്ല. എല്ലാവരും പരസ്പരം കൊടുത്തും വാങ്ങി കഴിയുന്ന കാലഘട്ടമാണ്. നമ്മൾ ഉള്ള കാലങ്ങളിൽ അതിന്റെ ഇവിടെ സൗഹൃദം നിലനിർത്താൻ ഏറ്റവും പ്രാധാന്യം. നമ്മൾ എന്തൊക്കെ ആയാലും പണ്ടുള്ള ഇത് സഹോദര എല്ലാത്തിനും പരസ്പരം. ഇപ്പം മിക്ക കാസർഗോഡ് അങ്ങോട്ടെല്ലാം പോയാൽ തെയ്യങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ വഴിപാടൊക്കെ പോകാനുണ്ട്, പഞ്ചസാര അങ്ങനെ കൊടുക്കൽ ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ അതിൽ ഊട്ടി ഉറപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് ഉണ്ട്. ശരിക്കും ഒരു ഗൾഫിൽ നിന്ന് പോയി നിന്ന ഒരാളാണെങ്കിൽ അതിന്റെ ശരിക്കും മൊത്തം മനസ്സിലാവും. നമ്മളിവിടെ ഇന്ത്യ പാകിസ്ഥാൻ മറ്റേ അടിയല്ലേ, അവിടെ പാകിസ്ഥാനിയുള്ള നമുക്ക് എന്തെങ്കിലും നമ്മളൊന്ന് വീണ് പോയാൽ ഫസ്റ്റ് പാകിസ്ഥാനികളെ ഉണ്ടാവുക. അവര് അതേപോലെ തന്നെ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ ഒരു ഇതും ഹിന്ദുക്കൾ പറഞ്ഞ ഇതൊന്നും ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു തരത്തിലെ വിഷം കുത്തിയിറക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ സൗകര്യം ഒരു പ്രശ്നമില്ല, അതാണ് അതിന്റെ ഒരു നമ്മൾ മതി. അത് ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല, ആഗ്രഹിച്ചാൽ ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ മക്കളെ കൂടെ പഠിക്കുന്നവരാണ്, അവരൊക്കെ ഒന്നിച്ച് പോയി വരുന്നവരാണ്. ആ സൗഹൃദം നിലനിർത്താൻ അതന്നെ സൗഹൃദം. അതോളം മറുപന്ന സൗഹൃദം പറഞ്ഞുള്ളൂ ഓർമ്മയില്ല. ഇന്നത്തെ പിന്നെ രാഷ്ട്രീയ രീതി ചില പലരും പല വിധത്തിലൊക്കെ അതൊന്നും നമ്മളതിലേക്ക് എത്താൻ പാടില്ല. നമ്മളൊരു മനസ്സുകൊണ്ട് മുന്നോട്ട് പോയി സൗഹൃദവും ബന്ധവും രാഷ്ട്രീയം വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ സമയത്ത് മാത്രം ചെയ്യുക. അതൊക്കെ നടന്നോട്ടെ. പക്ഷെ അവരൊക്കെ എന്തൊക്കെ പറയുമ്പോഴും നമ്മളുടെ ആദർശം ഇതായിരിക്കണം, സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള നമ്മളെ യത്നം. അത് ഈ പുണ്യദിനങ്ങൾ വന്നതും കണ്ടതും ഒക്കെ ആയത് ഒരു സന്തോഷമുള്ള കാര്യമൊക്കെ. ദൈവം സഹായിച്ച് ഇന്നെ വരാൻ പറ്റി. നമുക്ക് ലക്ഷ്മണേട്ടൻ്റെ ഫാമിലിയിലൊന്ന് പരിചയപ്പെടാം. ലക്ഷ്മണേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ. ഇത് എനിക്ക് ഭാര്യ, 2 മക്കളുണ്ട്, പെൺമക്കളാണ്. അതിൽ മൂത്ത മോള് കല്യാണം കഴിഞ്ഞു, അവരിപ്പം ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് റാസൽ കൈമയിലാണുള്ളത്. പിന്നെ മോള് പിന്നെ PG കഴിഞ്ഞ് BEd പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പം എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ശ്രീകണ്ഠപുരത്താണ്, മടമ്പം MS കോളേജ് നമ്മളെ. ഏതാണ്? ഇംഗ്ലീഷ് അല്ലേ? ഓ, ഭയങ്കര കട്ടിയായ സാധനമല്ല എടുത്തിന്. താല്പര്യം നമുക്കത് താല്പര്യം അവരാ താല്പര്യത്തിന് വിടുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, നമുക്ക് എത്ര മാത്രം കഴിയില്ലെങ്കിലും നമുക്ക് കിട്ടാത്തത് മക്കൾക്ക് കിട്ടുന്നത് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് പഠിച്ചോട്ടെ വെച്ചാലും അവർ ഹിതം പോലെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല സ്കോപ്പുള്ള കാര്യമല്ല ഇംഗ്ലീഷ്. സെലക്ട് ചെയ്താണ് നമ്മളല്ല ചെയ്ത് അടുത്ത് തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ദൈവസഹായിക്കനുഷ്ഠാനത്തിന്റെ എല്ലാം അവർ ദൈവന്റെ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. ഭാര്യന്റെ പേരെന്താ പറഞ്ഞത്? ചന്ദ്രമതി. മോളെ പേരും അനശ്വരക്കി ലക്ഷ്മണൻ. മറ്റേ അവിടെ ഉള്ളത് ആതിരാക്കി ലക്ഷ്മണൻ. അവരെ ഭർത്താവിന്റെ പേര് അനൂപ്. അപ്പോൾ ലക്ഷ്മേട്ടൻ്റെ മൂത്ത മോളെയും ഭർത്താവിനും വേണ്ടിയിട്ട് നമ്മളെ ലക്ഷ്മേട്ടൻ്റെ അനൂപും ആതിരക്കും വേണ്ടിയിട്ട് പിന്നെ ഇവരെ വിശേഷങ്ങൾ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. വേറെ എന്താണ് എന്തെങ്കിലും മോക്കെന്തെങ്കിലും കഴിവുണ്ടോ? വേറെ പഠിപ്പല്ലാതെ പാട്ട് പാടൂല? അച്ഛൻ്റെ പാട്ട് എന്തായാലും കുറച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അതെയാ, കവിത എഴുതുന്നതാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പാടില്ല, അമ്മ പാട്ട് പാടില്ല? ഇല്ല അല്ലേ? പക്ഷേ ലക്ഷ്മേട്ടൻ ഇതുപോലെ പറഞ്ഞത് പാടില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് ഭയങ്കര പാട്ടാണ്. ഒരു മടിയായിരിക്കും അല്ലേ? ഒരു മടി കൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഈടെ കുറച്ചാളേ ഉള്ളു കേട്ടാ. അതെയാ, ഓക്കെ. ഇവരാരും പാടാശ്രയിക്കും. ലക്ഷ്മേട്ടൻ ഒരുപാടും കൂടി പാടുമെങ്കിൽ നമുക്ക് കേൾക്കാം. ചെയ്യാൻ പറ്റുന്നത് പാടിയിട്ടുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഏതൊരു പഴയ പാട്ട്. പ്രണയ സരോവരതീരം പണ്ട് പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിരിഞ്ഞു എൻ്റെ വികാരമണ്ഡപത്തിൽ പടർന്നു. പ്രണയ സരോവരതീരം പണ്ട്
പ്രദോഷസന്ധ്യാനേരം അവളൊരു കാമിനിയായിരുന്നു, അലസമദാലസയായിരുന്നു. നയനങ്ങളിൽ വചനങ്ങളിൽ മാസ്മരബിംബങ്ങൾ തിരഞ്ഞു, ഭാവമായി നവജോലമായി. ഓർമ്മയിലവൾ ഇന്നും ജീവിക്കുന്നു. പ്രണയ സരോവര തീരം പണ്ട് നീ പ്രദോഷ സന്ധ്യ നേരം. നല്ല രസമുണ്ട്. നിങ്ങൾ കവിതയും അല്ല കവിതയല്ലേ എഴുതുന്ന അല്ല അതേലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണേട്ടാ പിന്നെ മോളെ ഭർത്താവിനെ പറ്റി പറഞ്ഞു. മോളെ ഭർത്താവിന്റെ നാടും ഒന്ന് എവിടെയാന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അവരുടെ പഴയങ്ങാടി എരുവിരത്ത്, അവിടെ കുണ്ടിൽത്തടം എന്ന് പറയില്ല, അവിടെ കുണ്ടിൽത്തടം അവിടെയാണ്. ഇങ്ങനെയുള്ള സ്ഥലമുണ്ടല്ലോ അവിടെയാണല്ലേ. പിന്നെ ഈ തെയ്യവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കുറേ കാലമായല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന അവർ ആരോടെങ്കിലും ഒരു നന്ദിയോ എന്തെങ്കിലും കടപ്പാടോ എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദിയും കടപ്പാടുണ്ടല്ലോ. ഞാൻ എനിക്ക് എപ്പോഴും ഈ അനുഷ്ഠാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പറയുന്നുണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്താലും അത് വളരെ തൃപ്തികരമാണ്, സന്തോഷമാണ്. അണിയറിലേക്ക് എല്ലാവരും നല്ല കടപ്പാടുണ്ട്. എല്ലാവരും തന്നെ അങ്ങനെ തന്നെ നമ്മോട് നല്ല സ്നേഹമുണ്ട്. ഞാൻ മൂത്തെഴുതുന്നവരായാലും വെച്ചെടുത്തിരുന്നവരായാലും എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നവരാണ്. ആരും മോശമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, കൃഷ്ണൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് എൻ്റെ കൂടിയുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കൂടിയുണ്ട്. കൃഷ്ണൻ ഇപ്പം മിക്ക ഇവിടുന്ന് ഇപ്പോൾ നീലേശ്വരം മുതൽ ഇപ്പോൾ തലശ്ശേരി വടകര വരെ കൃഷ്ണൻ തെയ്യം കൊണ്ടുപോകുന്നുണ്ട്. അയാളെ കൊടുത്ത് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പുള്ളി അന്നും ഇന്നും ഒരു ക്ഷേത്രക്കാർക്കും തൃപ്തികരമായ രീതിയിലുള്ള തെയ്യങ്ങളും എൻ്റെ അനുഷ്ഠാന ആചാരങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. അവരൊക്കെ കഴിഞ്ഞ് വരും പറയും കൃഷ്ണ മോശമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരൊറ്റ പ്രചോദനം. ഞങ്ങൾക്ക് വീണ്ടും നാളെ ഇത് തുടർന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അനുഷ്ഠാനം പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത്. ഇനി എന്തെങ്കിലും കൃഷ്ണനും അങ്ങനെയാണെന്ന് നമ്മൾ ഉപദേശിക്കും, ഇത് ശരിയല്ല. ഇനി ആരെല്ലാം മുഖത്ത് കാര്യങ്ങൾ പറയും, കേട്ടോ ഇന്ന ഭാഗത്ത് ഫാൾട്ട് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ ഇതായിരിക്കും. എന്തിനാണ് കൃഷ്ണൻ പറഞ്ഞ് കൃഷ്ണൻ പറയുമ്പോൾ ഷൗട്ട് ചെയ്ത് പറയും. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അദ്ദേഹം ഞങ്ങൾ പഠിക്കാനും വേണ്ടിയും ഞങ്ങൾ വളരാൻ വേണ്ടിയും പഠിച്ച ഞങ്ങൾക്ക് അതിൻ്റെ പേര് അദ്ദേഹം ഒന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് കൂടെ പോയിന്നുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയാണെന്നുള്ള ഞങ്ങൾക്ക് മനസ്സാകുമ്പോൾ തൽക്കാലം അത് ഞങ്ങളത് ഉൾക്കൊണ്ട് പഠിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. വരുത്താനും പുള്ളി അതിന് പുള്ളിക്കാരൻ പറയും. അപ്പോൾ പുള്ളി പറയും, ഏട്ടാ ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങളത് അപ്പോൾ ഇപ്പം കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരവസരം ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞാൻ സന്തോഷമുണ്ട് അതിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എല്ലാവരും പുള്ളി നന്നായി ശ്വാസിക്കും. പുള്ളിക്ക് നിർബന്ധം എന്ന് വെച്ചാൽ മദ്യപിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നിർബന്ധമായിട്ട് മനുഷ്യരംഗത്ത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല. അണിയറിയിൽ അങ്ങനെ മറ്റു രീതിയിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ വളരെ കർക്കശായിട്ട് പുള്ളി നമ്മൾ നിയന്ത്രിച്ച് നോക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടെയുള്ളവരൊക്കെ തെയ്യം ശരിക്ക് മദ്യപിക്കേണ്ട ഒരു ഇതില്ല, അങ്ങനെ മദ്യപിക്കാനൊക്കെ കഴിക്കും തെറ്റൊന്നുമില്ല, നിർബന്ധമില്ല. അങ്ങനെയില്ല, നിർബന്ധം എന്ന് വെച്ചാൽ അതൊക്കെ പറയാൻ വിഷമമുണ്ട്. കാരണം വെച്ചാൽ നിർബന്ധം കഴിക്കേണ്ടത് ഉണ്ടില്ല എല്ലാം പറഞ്ഞു. അത് കഴിച്ചാലൊരു അതിന് ലിമിറ്റ് വെച്ച് ചെയ്യാതെ മതി. അതിനൊറ്റ എല്ലാന്ന് വെച്ചാൽ സാങ്കല്പികല്ലേ. എല്ലാം ഒരു മദ്യത്തിനും അതൊരു കൃത്യത വേണമെന്നുള്ളതിലേ നമ്മൾ പറയാറുള്ളൂ. എന്ന് കരുതിക്കൊണ്ട് ആരും മോശമെന്ന് ഞാൻ പറയുന്നില്ലേ, ഞാൻ പറയുന്നു മദ്യം വേണം വേണ്ടെങ്കില്ല. എല്ലാ കളസും ഞങ്ങളെ മിക്ക തെയ്യത്തിനും ഈ കള്ള് റാക്ക് കലശം നിർബന്ധമായിട്ട് വേണം. കോഴിയൊക്കെ ഉള്ള ആ തെയ്യത്തിന് അത് കഴിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ലക്ഷ്മണേട്ടാ ഒരുപാട് നന്ദി. നമ്മൾ നിങ്ങളെ സമീപിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് സന്തോഷത്തോടു കൂടി എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുമെന്ന്. പിന്നെ ഒരുപാട് കാലം ദീർഘായുസ്സും ആരോഗ്യമെല്ലാം ഉണ്ടാകട്ടെ. നമ്മൾ ദയവായി വന്ന് നമ്മളെപ്പോലുള്ള ഭക്തജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം നിങ്ങളെ ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം. അതുപോലെ എനിക്ക് വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മളാരും എവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുവാനും കേൾക്കുവാനും നിങ്ങൾ അന്ന് നടക്കേണ്ട തെയ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തന്നെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വന്നു, ഇത്ര ദൂരത്ത് ഒരു പരിചയത്തിൽ നമ്മൾ വന്നു. ഇവിടെ വരാനും സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ ആ തെയ്യത്തിൻ്റെ ഒരു കഴിവ് മാത്രമാണ്. അത് കൂടി ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ കിട്ടുന്ന തെയ്യത്തിൻ്റെ ധരിക്കാം, ആ ഒരു ചൈതന്യം, ആ അനുഗ്രഹമായിരിക്കാം നിങ്ങളെപ്പോലെ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും ഈ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതും എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. തെറ്റുകളൊക്കെ ഉണ്ടാവാം, എന്തെങ്കിലും ആവാതെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഒന്നുമില്ല. എന്നാൽ കഴിയുന്ന ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക.
തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം അതിലുണ്ടാവും മാറാട്ടെ പ്രാർത്ഥിച്ചു. നമസ്കാരം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കില്ല കേട്ടോ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ മുന്നിലേക്ക്. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജി. ശരി.